എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നിന്നും 8 കിലോമീറ്റർ തെക്കുമാറി നടക്കാവ് എന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1 കിലോമീറ്റർ പടിഞ്ഞാറായി വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആമേട ക്ഷേത്രം അഥവാ ആമേട സപ്തമാതാ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ സപ്തമാതൃക്കളെയാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ക്ഷേത്രമതിൽക്കുള്ളിൽ പടിഞ്ഞാറ് നാഗരാജാവിനെയും കിഴക്ക് നാഗയക്ഷിയെയും വടക്ക് സാമൂതിരി രാജവംശത്തിൽപ്പെട്ട വെഡ്ഡത്ത് നാട്ടിലെ പരദേവതയായ വിഷ്ണുവിനെയും ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബ്രാഹ്മണി, മഹേശ്വരി, കൗമാരി, വൈശാനവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നിവയാണ് സപ്തമാതൃകകൾ. മുന്നിൽ ബ്രാഹ്മണിക്ക് ഇടതുവശത്ത് വീരഭദ്രനും വലതുവശത്ത് ചാമുണ്ഡിക്ക് വലത് മഹാഗണപതിയുമാണ്. പരശുരാമൻ കേരളക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് ഇപ്പോഴത്തെ ആമേട എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. സൂര്യാസ്തമന സമയത്ത് സന്ധ്യാവന്ദനത്തിനിറങ്ങിയ സമയത്ത് കായലിൽ ഒരു ദിവ്യതേജസ് കണ്ടു. അദ്ദേഹം ആ ദിവ്യതേജസ് എന്തെന്നറിയാൻ വേണ്ടി കായൽ മധ്യത്തിലേക്ക് ഇറങ്ങി നടന്നു. ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്തമാതൃക്കളാണ് ആ ദിവ്യ തേജസ്സിന്റെ ഉറവിടം എന്ന് അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. പരശുരാമനു വേണ്ടി ജലം വഴി മാറിയതോടെ ആമകൾക്ക് പിന്നീട് സഞ്ചരിക്കാതായി നിന്ന് പോയി. അങ്ങനെ ആമ നിന്നീടും പിന്നീട് കാലക്രമേണ ആമേടയായി അറിയപ്പെട്ടു. ഇവിടെ മന്ത്ര ഉപദേശത്തോടെ പൂജാവിധികൾ ക്രമപ്പെടുത്തി തലമുറകളായി ആരാധന നടത്തിപ്പോരുന്നു. പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപം ഇന്നും ക്ഷേത്രകോവിലിൽ അണയാതെ നിലനിൽക്കുന്നുവെന്നാണ് വിശ്വാസം. അതിലെ എണ്ണയാണ് സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിലെണ്ണ. ബ്രാഹ്മി ബ്രഹ്മാവിന്റെ ശക്തി. ബ്രാഹ്മണി എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മാവിനെ പോലെ കയ്യിൽ ജപമാലയും കമണ്ഡലവുമുണ്ട്. സരസ്വതി രൂപം. ബ്രഹ്മസ്വരൂപിണിയാണ്. വിശ്വാസികൾ ജ്ഞാനത്തിനായി ആരാധിക്കുന്നു. മഹാവിഷ്ണുവിന്റെ ശക്തിയാണ് വൈഷ്ണവി. മഹാലക്ഷ്മി സ്വരൂപം. ശംഖചക്രഗദാധികങ്ങൾ കൈയിലേന്തിയ സുന്ദരരൂപം. വിഷജന്തുക്കളിൽ നിന്നും മോചനം ലഭിക്കുവാനായി സർവ്വ ഐശ്വര്യത്തിനായി ആരാധിക്കുന്നു. ജമ്മുകശ്മീർ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. മഹേശ്വരി മഹാദേവന്റെ ശക്തി. ത്രിലോചനയായ മഹേശ്വരി കാളപ്പുറത്താണ്. മഹാഗൗരി. ശിവനെപ്പോലെ പാമ്പുകൾ കൊണ്ടാണ് വളയും മാലയും അണിഞ്ഞിരിക്കുന്നത്. കൈയിൽ തൃശൂലം. ആരാധിച്ചാല് സർവ്വമംഗളം ഫലമെന്ന് വിശ്വാസം. ഇന്ദ്രാണി ഇന്ദ്രസ്വരൂപിണി. ശജി ദേവി. വജ്രമാണ് ഇന്ദ്രാണിയുടെ ആയുധം. അഭയമുദ്ര കാട്ടി ആശീർവദിക്കുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾക്കും വൈവാഹിക പ്രശ്നങ്ങൾക്കും ഉത്തമ പങ്കാളിയെ ലഭിക്കാനും വിശ്വാസികൾ ആരാധിക്കുന്നു. വരാഹരൂപം ധരിച്ച പരാശക്തിയാണ് വാരാഹി. വരാഹ ഭഗവാന്റെ ശക്തി. ഉഗ്രരൂപി. ലളിത പരമേശ്വരിയുടെ സൈന്യാധിപ. ക്ഷിപ്രപ്രസാദി. അഷ്ടലക്ഷ്മി സ്വരൂപിണി. ദാരിദ്ര്യനാശിനി. ഇഷ്ടവര പ്രാദായിനി. പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡിനി എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്നു. സമ്പത്ത്, സർവ്വവിധ ഐശ്വര്യം, ആഗ്രഹസാഫല്യം, ശത്രുനാശം എന്നിവയാണ് ആരാധനാഫലം. പഞ്ചമി തിഥി പ്രധാന ദിവസം. ഭഗവാൻ മുരുകൻ അഥവാ കുമാരന്റെ ശക്തിയാണ് കൗമാരി അഥവാ കുമാരി. ആൺമയിലിന്റെ കഴുത്തിലേറിയ കൗമാരിയുടെ കയ്യിൽ വേലാണായുധം. ആരാധിച്ചാൽ രക്തസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ശാന്തി ലഭിക്കുമെന്ന് വിശ്വാസം. ചാമുണ്ഡി പരാശക്തിയായ കാളി തന്നെയാണ് ചാമുണ്ഡ അഥവാ ചാമുണ്ഡേശ്വരി. കാരുണ്യമൂർത്തി. ചണ്ഡമുണ്ട. രക്തബീജവധത്തിനായി ചണ്ഡികയുടെ പുരികക്കുടിയിൽ നിന്നും അവതരിച്ച ഭഗവതി. ത്രിലോചനയായ ഈ കാളി അഷ്ടബാഹുവാണ്. പള്ളിവാളും തൃശൂലവുമാണ് ആയുധം. ചാമുണ്ഡി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവളും എല്ലാം അറിയുന്നവളുമാണ് എന്ന് പുരാണങ്ങളിൽ കാണാം. ശ്രീകോവിലിലെ സപ്തമാതൃസമുദായമാണ് ആമേട ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും മറ്റ് ശക്തരായ ദേവന്മാരുടെയും സ്ത്രീരൂപത്തിൽ നിന്നാണ് സപ്തത്രമാതൃകയുടെ ഉത്ഭവം. സപ്തമാതൃകകളുടെ ദീപാരാധനയ്ക്ക് ശേഷം ആമേട ക്ഷേത്രത്തിൽ നാഗാരാധന ആരംഭിക്കും. ആമേട ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നാഗരാജാവിനെയും നാഗയക്ഷിയെയും വെവ്വേറെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നാഗരാജാവ് ശിവന്റെയും നാഗയക്ഷിയെ ശക്തിയുടെയും ഭാഗമായി ദൈവികമായി കണക്കാക്കുന്നു. സർപ്പദോഷ പരിഹാരത്തിനും രാഹുദോഷ പരിഹാരത്തിനും വേണ്ടിയാണ് ഈ ദേവതകളോടുള്ള പ്രാർത്ഥന നടത്തുന്നത്. പരശുരാമൻ സപ്തമാതൃസ്ഥാനം സ്ഥാപിച്ച സ്ഥലം ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള മൂലസ്ഥാനമാണ്. കന്നി രാശിയെ പവിത്രമായി കണക്കാക്കുകയും ജലയക്ഷി, മൂലസ്ഥാനം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രതിഷ്ഠിച്ചിട്ടുള്ള 1000-ത്തിലധികം നാഗവിഗ്രഹങ്ങളാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം. ക്ഷേത്രത്തിനുള്ളിലെ ഓരോ വിഗ്രഹവും കേരളത്തിലെ ഉപേക്ഷിക്കപ്പെട്ട തോപ്പുകളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിനാൽ അവയുമായി ബന്ധപ്പെട്ട നിരവധി ആഴത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. മലയാള മാസമായ കർക്കിടകത്തിലാണ് ജൂലൈ-ഓഗസ്റ്റ് നിങ്ങൾ കേരളം സന്ദർശിക്കുന്നതെങ്കിൽ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ആദിവ്രത പൂജ. ഈ പൂജയുടെ പിന്നിലെ പ്രധാന ലക്ഷ്യം പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതിനായി ഒരു പ്രത്യേക വഴിപാട് നടത്തുക എന്നതാണ്. മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ കൊടികേറി പൂരം വലിയ വിളക്കും ഉത്ര മാറാട്ടുമായി നടത്തുന്നു. പൊതുവെ ആയില്യം നക്ഷത്രം സർപ്പാരാധനയ്ക്ക് പ്രാധാന്യമുള്ളതും എന്നാൽ കന്നി, തുലാം, വ്യശ്ചികം, മീനം എന്നീ മാസങ്ങളിലെ ആയില്യത്തിന് സവിശേഷത കൂടുതലുണ്ട്. 10-ാമതേവും നാഗപഞ്ചമിയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എല്ലാ കാർത്തിക നാളിലും വിശേഷാൽ ദ്വാദശാശ്വരി പൂജയും 12,000 പുഷ്പാഞ്ജലിയും പ്രധാന ശ്രീകോവിലിൽ നടത്തുന്നു.
വൈഷ്ണവി പ്രധാനമായി കർക്കിടക മാസത്തിൽ 12 ദിവസത്തെ ഭഗവതി സേവയും, ചാമുണ്ഡി പ്രധാനമായി മണ്ഡലമാസം മുഴുവൻ ഗുരുതിയും 41 ദിവസത്തിൽ 12 പാത്രത്തിൽ വലിയ ഗുരുതിയും നടത്തുന്നു. അമ്മയുടെ ക്ഷേത്ര സമയങ്ങൾ പുലർച്ചെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ, വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണിവരെ, ആഴ്ചയിലെ എല്ലാ ദിവസവും. തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ ഉദയംപേരൂർ തുടങ്ങിയ സമീപ നഗരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ക്ഷേത്രത്തിലെത്താൻ ഓട്ടോറിക്ഷകളും പൊതുബസുകളും ലഭ്യമാണ്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ഏകദേശം 35 കി. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ഏകദേശം 25 കിലോമീറ്റർ.